നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രിനോട് എനിക്ക് കൂറുമില്ല ഒരു കൂറുമില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര കൂറ് തന്നെയാണ്. എന്താ 56 ഇഞ്ച് നെഞ്ചളവുള്ള നമ്മുടെ നല്ല ശക്തിയുള്ള നമ്മുടെ മന്ത്രിനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ, അയാളെ ബഹുമാനിച്ചില്ലെങ്കിൽ, അയാളോട് നമുക്ക് പ്രതിബദ്ധത ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ആരോടാണ് പ്രതിബദ്ധത ഉള്ളത്? ഒന്നുമില്ലെങ്കിൽ വന്നില്ലേ, ജെഫ്രി എപ്സ്റ്റീൻ ഫയലിൽ വന്നില്ലേ, അതൊരു അഭിമാനമല്ലേ? ഞാൻ സംഖ്യയാണ്, എനിക്ക് അതിൽ അഭിമാനം തോന്നുന്നു. ഞങ്ങൾ ചിലപ്പോൾ ചാണകം തിന്നും. പക്ഷെ നിങ്ങൾ എന്തിനാ നോക്കാൻ നിൽക്കണത്? ഈ ഇന്ത്യ ഉണ്ട് എന്ന് തന്നെ അറിയാനും കാരണം ആരാ? ഞങ്ങളെ മോദിജിയാണ്. ഈ ഇന്ത്യ ഈ ലോകത്തുണ്ട് എന്ന് ഈ നാട് മുഴുവൻ അറിയാൻ കാരണം മോദിജിയാണ്. മോദിജി അങ്ങനെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്? ആരെങ്കിലും അതിനെ കുറിച്ച് പറയുന്നുണ്ടോ? മോദിജിനെ കുറിച്ചിട്ട് മോദിജി വിരോധികൾ പറഞ്ഞുണ്ടാക്കണതല്ലാത്ത എന്താണ് മോദിജി? മോദിജി പാവാടാ, മോദിജി പാവാണ്. മോദിജി ഈ ലോകത്തിന്റെ നേതാവാണ്. ഈ ലോകം മൊത്തം ചിറ്റി 2014 അമേരിക്കന്റെ വിലക്ക് നീക്കിയപ്പോ ഈ ലോകം മൊത്തം ചിറ്റി. അങ്ങനെ പല രാജ്യങ്ങളും മോദിനെ വിലക്കിയിരുന്നു. അത് നീക്കിയപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്ത എന്താണ്? പെട്രോളിന് അന്ന് $136 ഉള്ള കാലത്ത് $70 കൊടുത്തിരുന്ന പെട്രോൾ ഇന്ന് $36 ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ $100 കൊടുക്കണില്ലേ? എന്താ ഞങ്ങൾ പോരായ്മയാണ്? അങ്ങനെ ഈ നല്ല ഹൈവേ റോഡുകൾ കൊണ്ടുവന്നില്ലേ? ഈ 10 വർഷത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം തരം വികസനങ്ങൾ കൊണ്ടുവന്നു നിങ്ങൾ പറയൂ. അപ്പോൾ 190 ലക്ഷം കോടിയുടെ കടമാണ് എന്ന്. കേരളത്തിനില്ലേ കടം? 4 ലക്ഷം കോടിയുടെ കടം കേരളത്തിനില്ലേ? ഇങ്ങനെ എത്ര പ്രശ്നങ്ങൾ. ഹിന്ദുക്കൾ BJP ആയ തീവ്രവാദികൾ, മുസ്ലിങ്ങൾ മുസ്ലിം ലീഗ് ആയാൽ തീവ്രവാദിയല്ല, മതേതര പാർട്ടി അല്ലേ? ഇപ്പോൾ എയിംസ് വെറും മറ്റേ മോനെ എന്ന് പറഞ്ഞപ്പോൾ ചില മായിരന്മാർ പറയണു എയിംസ് എവിടെ പൂറി മോനെ എന്ന് ചോദിച്ച ആൾക്കാരെ കണ്ടു. ഇതൊക്കെ പരിഹസിക്കലാണ്. എയിംസ് ഇന്ന് വരുന്നല്ലോ പറഞ്ഞ്. ജെയിംസ് വന്നിട്ടുണ്ടാവും. ജെയിംസ് അങ്ങനെ എത്ര സ്ഥലത്ത് കൂടെ വന്നിട്ടുണ്ടാവും. ജെയിംസ് വന്നിക്കണു. പക്ഷെ ജെയിംസ് ആരാ നിങ്ങൾക്കറിയത്തിന്? ഈ ജെയിംസ് വെറും മറ്റേ മോനെ എന്ന് പറയുമ്പോൾ ജെയിംസ് ആ പന്തല്ലുന്നുണ്ട്. നിങ്ങൾ ജെയിംസിനെ കണ്ടില്ല. ജെയിംസിനെ കണ്ട നിങ്ങൾക്ക് തിരിച്ചറിയോ? നിങ്ങൾക്ക് തിരിച്ചറിയാത്ത ഒരാളെ നിങ്ങൾ കണ്ടിട്ട് വന്നില്ലേ എന്ന് നിങ്ങൾ എങ്ങനെ പറയാം? അപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ നുണയൊന്നും പറഞ്ഞിട്ടില്ല. അത് BJPക്കാരെ പുച്ഛിക്കാനും പരിഹസിക്കാനും വേണ്ടിയിട്ട് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മോദി വിരോധികളാണ്, തീവ്രവാദികളാണ്. മോദി വിരോധി ആരൊക്കെയാണോ ഓരൊക്കെ തീവ്രവാദികൾ തന്നെ. അല്ലെങ്കിൽ മോദിയെ പോലുള്ള ഒരു ലോക നേതാവിനെയൊക്കെ പരിഹസിക്കാൻ നിങ്ങൾക്ക് എന്താ ഉള്ളത്? എന്തുണ്ട് നിങ്ങളെ കയ്യിൽ? ലോകത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, ഈ നാട് മുഴുവൻ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന നമ്മുടെ മോദിജിനെ കുറ്റം പറയാനുള്ള യോഗ്യത നിങ്ങൾക്ക് ആർക്കുണ്ട്? അങ്ങനെ മോദിജിനെ കുറ്റം പറയാനൊന്നും ഇവിടെ ആരുമില്ല. മോദിജിയൊക്കെ ചെയ്തിട്ടില്ലേ? പുൽവാമ ഭീകരാക്രമണം ആര് ചെയ്ത? ബാന്ദ്ര കൂട്ടക്കൊല ആര് ചെയ്ത? മറ്റേ ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയില്ലേ? ഇങ്ങനെ തീവണ്ടി സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഇന്ന് ബീഫ് ഒരു 15 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ബീഫ് തിന്നുണ്ടോ? ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന നേട്ടമല്ലേ? ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതല്ലേ? ഞങ്ങൾ റോക്കറ്റ് വിടുമ്പോൾ അതിൽ നാരങ്ങ വെക്കുന്നില്ലേ, പൂജിക്കുന്നില്ലേ? ഇതൊരു ഉന്നമന രാജ്യത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉതകുന്ന കാര്യങ്ങളല്ലേ? വിദ്യാഭ്യാസം കേരളത്തിലുണ്ടെങ്കിലും ഞങ്ങളെ നാട്ടിൽ, അതായത് ഉത്തരേന്ത്യയിൽ ഞങ്ങളത് കൊണ്ടുവരില്ല. അത് പരിഷ്കാരാണ്. അത് നാടിൻ്റെ ഇതിനെ ദൈവവിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പൻ കേസുകളാണ്. അങ്ങനെയുള്ള പിന്തിരിപ്പൻ കേസുകളിൽ നിന്ന് ഒറ്റ കുട്ടികൾ പഠിക്കാൻ പോകരുത്. ഇവിടെ ഇത് പഠിച്ചിട്ട് എന്താ? നിങ്ങൾ രാമായണം, ബൈബിള്, ഖുറാന് ഒക്കെ വായിക്കും, തല്ലി ചാകണം. അപ്പോഴുള്ളൂ നാട്ടിൻ്റെ എണ്ണം കമ്മിയാകുക. അങ്ങനെ എണ്ണം കമ്മിയായാലാണ് ഒരു നാടിൻ്റെ പുരോഗതി വരിക. ആളുകൾ കുറഞ്ഞു പോകും. ആ കുറഞ്ഞു വരുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ സുഖത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ സ്വന്തം മോദിജി ചെയ്യണത്. അതാണ്. അത് വേണ്ടാന്ന് പറയുന്നു. ഒരു പുരോഗതി വേണ്ടാന്ന് നിങ്ങൾ പറയുന്നത്. ഇപ്പോൾ വിമാനത്താവളങ്ങൾ വിറ്റില്ലേ? അതേപോലെ റെയിൽവേ വിൽക്കല്ലേ?
അതേപോലെ പിന്നെ ഇന്ത്യൻ്റെ പൊതുമേഖലാ സമ്പത്തുകളൊക്കെ ഞങ്ങൾ വിറ്റില്ലേ? അതുപോലെ ആ വിറ്റ പൈസയും പിന്നെ 5 ലക്ഷം കടാക്കിയില്ലേ? ഇതൊന്നും ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയല്ല. ഊമ്പന്മാരോടാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ തന്നെയാണ് രാജ്യത്തിൻ്റെ പുരോഗതി. ഇങ്ങനെ തന്നെ